ബി.ജെ.പിയുടെ പ്രസിഡന്റ് ജെ.പി. നദ്ദയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവന നമ്മയൊക്കെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആർ.എസ്.എസിൻ്റെ പിന്തുണ ഇനി ബി.ജെ.പിക്ക് ആവശ്യമില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന വിധം ബി.ജെ.പി വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് ബി.ജെ.പിയുടെ പ്രസിഡന്റ് ഇന്നൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ പറഞ്ഞിരുന്നു, ആർ.എസ്.എസ് സാധാരണ പോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ബി.ജെ.പിക്ക് വേണ്ടി സജീവമല്ല എന്നുള്ളത്. പക്ഷേ അതിനെ ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിൽ ബി.ജെ.പിയുടെ പ്രസിഡന്റ് അത്ഭുതകരമായ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ആർ.എസ്.എസ് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ് ജെ.പി. നഡ്ഡയുമായി നടത്തുന്ന ഒരു വിശാലമായ സംഭാഷണം, ആ സംഭാഷണത്തിൽ ഈ പറയുന്ന കാര്യം അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് പോലുമില്ല. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അത് അവരുടെ താല്പര്യങ്ങളായിരിക്കും. പക്ഷേ അത്തരമൊരു പ്രസ്താവന, അത്തരമൊരു വാക്ക്, അത്തരമൊരു പ്രയോഗം ഞങ്ങൾക്ക് ബി.ജെ.പിയുടെ പിന്തുണ ആവശ്യമില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നത്ര വളർന്നു കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹം മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. വാജ്പേയിയുടെ കാലത്ത് ബി.ജെ.പിക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് ബി.ജെ.പി വലിയ സംഘടനയായിരിക്കുന്നു. ആർ.എസ്.എസ് പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ നോക്കേണ്ട പാർട്ടിയാണ്. ആർ.എസ്.എസ് അത് നോക്കിയാൽ മതി, രാഷ്ട്രീയ സംഘടന ബി.ജെ.പി ആണ് എന്ന് വളരെ വ്യക്തമായി അതിൻ്റെ അകത്ത് ജെ.പി. നദ്ദ പറയുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ നിർദ്ദേശമില്ലാതെ, നരേന്ദ്രമോദിയുടെ ആവശ്യപ്രകാരമല്ലാതെ അത്തരമൊരു പ്രസ്താവന ജെ.പി. നദ്ദ ചെയ്യുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയില്ല. ആ പ്രസ്താവനയുടെ അർത്ഥം അത് ആർ.എസ്.എസ് നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് ആർ.എസ്.എസിനോട് പറയുകയാണ്. ഇനി ഞങ്ങൾ ജയിച്ചാൽ അതിൻ്റെ അവകാശവാദവുമായി ആർ.എസ്.എസ് വരരുത് എന്ന് ആർ.എസ്.എസിനോട് ഇപ്പോൾ തന്നെ നോട്ടീസ് കൊടുക്കുകയാണ്. ആർ.എസ്.എസ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇനി നാം ഒക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം. നമുക്ക് ഇത്രയും നാൾ നമുക്ക് ഇത്രയും നാൾ പറഞ്ഞിരുന്നത് ബി.ജെ.പി ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയല്ല, ബി.ജെ.പി ആർ.എസ്.എസിൻ്റെ ഒരു രാഷ്ട്രീയ വിഭാഗം മാത്രമാണ്. ആർ.എസ്.എസിൻ്റെ പ്രത്യയശാസ്ത്രപരമായ നയങ്ങൾ രാഷ്ട്രീയത്തിൽ നടപ്പിലാക്കേണ്ട ഒരു പൊളിറ്റിക്കൽ ആം മാത്രമാണ് ബി.ജെ.പി എന്നാണ്. അങ്ങനെയല്ല എന്നാണ് നദ്ദ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, മോദി അധികാരത്തിലെത്തിയതിന് ശേഷം ആർ.എസ്.എസും ബി.ജെ.പിയും തമ്മിലുള്ള ഒരു അധികാര സമവാക്യത്തിൽ ഗ്രാജ്വലി വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. മുൻപൊക്കെ ബി.ജെ.പിയുടെ പ്രസിഡന്റ് ആരായിരിക്കണമെന്നും ബി.ജെ.പിയുടെ നയങ്ങൾ എന്തായിരിക്കണമെന്നും മന്ത്രിമാരായിരിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് കൃത്യമായി ആർ.എസ്.എസിൻ്റെ നയങ്ങൾ അനുസരിച്ചായിരുന്നു. ആർ.എസ്.എസിൻ്റെ സർവ്വസംഘചാലകന് ഏതാണ്ട് പൂർണ്ണമായ കൺട്രോൾ ബി.ജെ.പിയുടെ മേലും പ്രധാനമന്ത്രിയുടെ മേലുമൊക്കെ ഉണ്ടായിരുന്നു. അത് വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് പോലും വാജ്പേയിയെ നിക്കമ്മ എന്ന് വിളിക്കാൻ, മുഖോട്ട എന്ന് വിളിക്കാനൊക്കെ സ്വാതന്ത്ര്യമുള്ള നേതാക്കന്മാർ ആർ.എസ്.എസിലുണ്ടായിരുന്നു. പക്ഷേ മോദി അധികാരത്തിലെത്തിയ ശേഷം ആ പവർ ഇക്വേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും മോദിയെ ഒരു വിധത്തിലും നിയന്ത്രിക്കാൻ ആർ.എസ്.എസ് നേതൃത്വത്തിന് കഴിയാതെ വരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ആർ.എസ്.എസ് റാങ്ക് ആൻഡ് ഫയലിൻ്റെ മേലുള്ള കൺട്രോൾ ആർ.എസ്.എസ് നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു. ആർ.എസ്.എസിൻ്റെ റാങ്ക് ആൻഡ് ഫയലിനെ പല സ്ഥാനങ്ങളിൽ നിയോഗിച്ചും അവർക്കൊക്കെ ധാരാളമായി പണം ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്തും അവരെയൊക്കെ ആർ.എസ്.എസിൻ്റെ കോർ വാല്യൂവിൽ നിന്ന് നരേന്ദ്രമോദി മാറ്റുന്നു എന്നൊരു ഭയം ആർ.എസ്.എസിനുണ്ടാകുന്നു. ആർ.എസ്.എസിൻ്റെ അജണ്ട രാമക്ഷേത്ര നിർമ്മാണമാണെങ്കിലും ആർട്ടിക്കിൾ 370 പിൻവലിക്കലാണെങ്കിലും ഒക്കെ നടപ്പിലാക്കുമ്പോഴും ആർ.എസ്.എസിൻ്റെ ഒരു പ്രത്യയശാസ്ത്രപരമായ അധീശത്വം ബി.ജെ.പിയിൽ നഷ്ടമാകുന്നു എന്നുള്ളത് ആർ.എസ്.എസിനെ വളരെയേറെ അലോസരപ്പെടുത്തുന്ന കാര്യമാണ്. അല്ലാതെ പ്രത്യയശാസ്ത്രപരമായ അധീശത്വമാണോ സംഘടനാപരമായ അധീശത്വമാണോ നിസാം സെയ്ദ്? ഈ ആർ.എസ്.എസ് ബി.ജെ.പി പവർ ഇക്വേഷനിൽ വരുന്ന മാറ്റം ആർ.എസ്.എസിന്റെ പ്രത്യയശാസ്ത്രപരമായ അധീശത്വം പ്രത്യയശാസ്ത്രപരമായ അധീശത്വം നിലനിൽക്കുമ്പോൾ തന്നെ അധികാര ഘടനയിലുള്ള വ്യത്യാസം ആർ.എസ്.എസിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. ആർ.എസ്.എസ് കൺട്രോൾ ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിൽ നിന്ന് മോഡിക്ക് അപ്രമാദിത്വമുള്ള ഒരു സംഘടന എന്ന നിലയിലേക്ക് ബി.ജെ.പി മാറുന്നത് ആർ.എസ്.എസിനെ അലോസരപ്പെടുത്തുന്നുണ്ട്.